പൈത്തൺ ഉപയോഗിച്ച് ഗ്രാഫിക് ചെയ്യുമ്പോൾ മുമ്പ് സേവ് ചെയ്തു വെച്ച കാര്യങ്ങളെ പിന്നീട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ ഐഡിൽ 3, ഐഡിൽ 2.7, ഐഡിൽ 3.4 എന്നിങ്ങനെ 3 തരത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ ഐഡിൽ 3.4 ഉപയോഗിച്ച് നോക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സേവ് ചെയ്തു വെച്ച ഫയൽ എങ്ങനെ തുറക്കുമെന്ന് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്തു വെച്ച ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് ആയിരുന്നു. ഡെസ്ക്ടോപ്പ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ 2 ഫയലുകൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ മാത്രമാണ് കാണുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ കാണുന്ന ഫ്ലവർ എന്ന ഫയലും പാറ്റേൺ 1 എന്ന ഫയലും പൈത്തൺ ഫയലുകളാണ്. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ പാറ്റേൺ 1 എന്നത് മാത്രമാണ് കാണുന്നത്. അതിന്റെ കാരണം ശ്രദ്ധിക്കുക. പാറ്റേൺ 1 എന്നതിന് py എന്ന എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ എന്നതിന് എക്സ്റ്റൻഷൻ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈത്തൺ ഗ്രാഫിക് ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഫ്ലവർ എന്ന ഫയൽ നമുക്ക് തുറക്കാൻ കഴിയും. അത് പിന്നീട് നോക്കാം. ഇപ്പോൾ പാറ്റേൺ 1 എന്നത് തുറക്കാം. പാറ്റേൺ 1 ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ കഴിയും. ആദ്യം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മൾ സേവ് ചെയ്തു വെച്ച ഫയൽ. ഇനി ഇതിനെ എഡിറ്റ് ചെയ്തു നോക്കാം. പാറ്റേൺ 1നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു നോക്കാം. BG കളർ. അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ഒരു കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വയലറ്റ് എന്ന് കൊടുത്തു. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇത് സേവ് ചെയ്യുന്നു. ഫയൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായി ഇതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കണം. അതിനുവേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ വയലറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ഫയൽ തുറക്കാൻ ശ്രമിച്ചു നോക്കാം. വീണ്ടും ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഫ്ലവർ എന്ന ഫയലായിരുന്നു നമുക്ക് വേണ്ടത്. അത് തുറക്കുവാനുള്ള വഴി ശ്രദ്ധിക്കുക. ഇവിടെ പൈത്തൺ ഫയൽസ് എന്നാണ് കാണുന്നത്. അത് മാറ്റുന്നു. അത് മാറ്റിയതിനു ശേഷം ഓൾ ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫ്ലവർ എന്ന ഫയലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ഫ്ലവർ എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അത് തുറന്നു വന്നിരിക്കുന്നു. ഇനി നമുക്കതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ. ഫ്ലവർ എന്ന ഫയലിനെ വീണ്ടും നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫ്ലവറിന്റെ വലിപ്പം കുറച്ച് കൂട്ടുവാൻ വേണ്ടി 200 എന്നത് മാറ്റിയിട്ട് 400 എന്ന് കൊടുത്തു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.
നമ്മൾ വ്യത്യാസം വരുത്തിയതനുസരിച്ച് ഫ്ലവറിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട്.